കാസർകോട്ടെ ഡേറ്റിംഗ് ആപ്പ് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഇന്നലെയൊക്കെ തന്നെ നൽകിയിരുന്നത്. അത് പ്രാവർത്തികമാവുന്നു. ആ രീതിയിലേക്കുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് ഇന്നലെ അർദ്ധരാത്രി മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ഗണാശ്ശേരി സ്വദേശിയായ അബ്ദുൽ മനാഫിനെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്യുന്നു. ഇന്ന് രാവിലെ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ പ്രജീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അത്തരത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകുന്നു. മറ്റ് ജില്ലകളിലേക്കൊക്കെ തന്നെ വ്യാപിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകൾ ഈ വിദ്യാർത്ഥിയുമായി ഈ ആൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഡേറ്റിംഗ് ആപ്പ് വഴി ചാറ്റ് ചെയ്യുകയോ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഇനിയൊരു വ്യക്തത വരേണ്ടതായുണ്ട്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തേണ്ട ഒരു ആവശ്യകത കൂടി ഇനി മുന്നിൽ കാണേണ്ടതായുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള സിറാജ് വടക്കുംപാട് എന്ന പേരിൽ അറിയപ്പെടുന്ന സിറാജുദ്ദീൻ ഇപ്പോഴും കർണാടകയിൽ എവിടെയോ ഒളിവിൽ കഴിയുകയാണ് എന്ന് തന്നെയാണ് പോലീസിന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. അയാൾ ഒരുപക്ഷെ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നേ ദിവസം ഉച്ചവരെ അയാൾ അത്തരത്തിലുള്ള നീക്കവും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അറസ്റ്റിലായ പ്രതികളെ ഇനി വിശദമായി ചോദ്യം ചെയ്യാനുള്ള കസ്റ്റഡി അപേക്ഷയ്ക്കൊക്കെയുള്ള സാധ്യതകൾ മുന്നിൽ കാണേണ്ടതായുണ്ട്. ഇനി കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഏജന്റുമാരോ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കുട്ടിയെ സ്വാധീനിച്ച് പിന്നീട് ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ കൂടി ഇനിയൊരു വ്യക്തത വരേണ്ടതായുണ്ട്. ഷാജു ചന്ദ്രപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.